ഒതുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. കുഴപ്പമില്ല. സാധാരണ ആസ്വാദകർക്ക് മിമിക്രി എന്ന കലയുടെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ജഡ്ജസ് മാർക്ക് നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർക്കറിയില്ല. എന്തായിരുന്നു അത്തരൊരു പ്രദർശനത്തിന് പിന്നിൽ? അങ്ങനെ എന്തായിരുന്നു? എന്ത് മാനദണ്ഡം പ്രകാരമാണ് മിമിക്രിക്ക് മാർക്ക്? പൊതുവെ മിമിക്രി എന്ന് പറയുമ്പോൾ എല്ലാവരും കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പക്ഷി മൃഗാദികളുടെ ശബ്ദം അനുകരിക്കുക, അല്ലെങ്കിൽ കുറച്ച് മിമിക്രി അവതരിപ്പിക്കുക എന്നുള്ള. എപ്പോഴായാലും ജഡ്ജസ് ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്ന് പറഞ്ഞാൽ അനുകരണം. പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് കൊടുത്തിരിക്കണം. അതാണ് മഹേഷിന്റെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് തോന്നിയിട്ട് 2 ഐറ്റം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ലോകമെമ്പാടും spidernettv.com എന്ന വെബ്സൈറ്റ് വഴി ഇത് ആളുകൾ കാണുന്നു. 2 ഐറ്റം. തീർച്ചയായും നമ്മുടെ മിമിക്രി താരം ടിനി ടോമിനെ ഒന്ന് അവതരിപ്പിക്കാം. ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്കിറ്റ് രൂപിക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളിത് വളരെ പെർഫെക്ഷൻ ആയിട്ട് ചെയ്തു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി തൊട്ടടുത്തായിട്ട് നമ്മളെ പൃഥ്വിരാജിനൊന്ന് അവതരിപ്പിക്കും. ഈ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അഭിനയിച്ച സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. പിന്നീട് എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ഞാൻ പഠിച്ച ഒരു മിക്സർ കോളേജിലല്ല. താങ്ക് യു. മഹേഷ്, ഉയരങ്ങൾ കീഴടക്കട്ടെ. കലാകാരന് ആശംസകൾ. ഏതായാലും കലാമാമകത്തിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. രാവേറെ കഴിഞ്ഞാലും മത്സരങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന വേദി 2-ൽ അല്പസമയത്തിനകം സംഘഗാന മത്സരം നടക്കുമെന്നാണ് സംഘാടകർ നമ്മെ അറിയിച്ചുള്ളത്. ഏതായാലും അതിലേക്ക് തിരിച്ചുവിടാം. അതിനു മുമ്പ് ചെറിയൊരു